ഹലോ ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് അപ്പോൾ നമ്മൾ എവിടെയാ പോകുന്നത്? സോസത്തിലോ? യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ എവിടെ എത്തി? സ്നോ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ആണ് സ്നോ സിറ്റി. ബാക്കിയുള്ളത് വേറെ ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട്, വാട്ടർ വേൾഡ്, 3D വേൾഡ് അങ്ങനെ എന്തൊക്കെയോ. പിന്നെ സ്നോ സിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ ഐ ലവ് സ്നോ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു ഫ്രെയിമൊക്കെ ഉണ്ട്. പുറത്ത് റിസപ്ഷനിൽ നിന്ന് നമുക്ക് ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് എടുക്കാം. ഓൺലൈൻ ബുക്ക് ചെയ്തവർക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തെ കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെ റിസപ്ഷനിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റിൻ്റെ സോഫ്റ്റ് കോപ്പീസ് എടുക്കാം. ഇന്നത്തെ ഞാൻ സോമാനെ കണ്ട് തൊത്ത് ഒക്കെ ചെയ്തു. അതെ, കുഞ്ഞിന് സോമാനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മുടെ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷെൽഫ് അവിടെ ഉണ്ട്. ഇനി വാല്യുബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 50 റുപ്പീസ് കൊടുത്തിട്ട് റിസപ്ഷനിൽ നിന്ന് തന്നെ ലോക്കർ അവൈലബിൾ ആണ്. ഒരു ടാഗ് കയ്യിൽ തന്നു, അതാണ് ഫോട്ടോ ടാഗ്. അതിനകത്തൊരു ക്ലെയിം കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലെയിം കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് റിസപ്ഷനിൽ നിന്ന് ഒരു ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ അതിനും നല്ല റേറ്റാണ്. അതിനെപ്പറ്റി ലാസ്റ്റ് പറയാം. ഇപ്പോൾ അവർ വരുന്ന സമയത്ത് എൻട്രൻസിൽ തന്നെ ഫാമിലി ആണെങ്കിൽ ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഷൂസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് തരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഷൂസ് അവിടെ വെക്കാം ഷെൽഫിൽ. അതിനുശേഷം അവർ ജാക്കറ്റ്, പിന്നെ സ്നോ ഏരിയയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു റബ്ബറിൻ്റെ ബൂട്ട്സ് തരുന്നുണ്ട്. പിന്നെ ഗ്ലൗസ് തരുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കുഞ്ഞുമണി ശുണ്ടിമണി ആയിക്കൊണ്ടിരിക്കുക അല്ലേ? ഇതാണ് നമ്മൾ കാത്തിരുന്ന സ്നോ ഏരിയ. നിറയെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ടെമ്പറേച്ചർ -7°C ആണ് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെല്ലുന്ന സമയത്ത് വലിയ എഫക്റ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് കുഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും പണി പാളി. പിന്നെ കുറേ റൈഡുകളൊക്കെ ഉണ്ട്. 1 മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല. പേടിയുണ്ടായിരുന്നു അവിടെ? പേടിയുണ്ടായിരുന്നു ഇതിൽ പോകുമ്പോൾ? ഇല്ല, ഒട്ടും പേടിയില്ലായിരുന്നു. പക്ഷെ കണ്ടു തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം കുറച്ചധികം ദൂരമുണ്ട്. പിന്നെ ഐസ് ആയതുകൊണ്ട് കുഞ്ഞ് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ
ഷൂസ് എല്ലാം അവരപ്പം തന്നെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നുകൊണ്ട് ഞങ്ങളവിടെ സ്റ്റക്കായിട്ട് കുറച്ച് നേരമല്ല കുറച്ച് അധികം നേരം നിന്നു. ആ സമയത്ത് കോപ്പറായങ്ങളാണ് ഈ കാണുന്നത്. സ്നോ ഏരിയയിൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് സ്നോ ഏരിയയുടെ തന്നെ റിസപ്ഷനിൽ നിന്ന് 1000 രൂപയാണ് അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമുക്ക് കോപ്പി ചെയ്ത് തരുന്നതിന്. അത് ഒരു ഫോട്ടോ ആണെങ്കിലും 100 ഫോട്ടോ ആണെങ്കിലും 1000 റുപ്പീസാണ്. പിന്നെ നമ്മൾ ആ ഡിജിറ്റൽ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് ഒരു പോസ്റ്റിൽ തന്നെ അവർ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടാവും. ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം, അപ്പോൾ മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഈ മഴ പെയ്ത് സ്റ്റക്കായതുകൊണ്ട് മെയിൻ കോംപ്ലക്സിൻ്റെ റിസപ്ഷനിൽ വന്നപ്പോൾ അവിടെ സ്റ്റക്കായിട്ട് നിന്ന് കുറേ നേരം അവരോട് സംസാരിച്ച് നിന്നുകൊണ്ട് ആ റിസപ്ഷനുള്ള പുള്ളി നമുക്ക് ചെറിയ പൈസ കൊടുത്തപ്പോൾ അതെല്ലാം കോപ്പി ചെയ്ത് തന്നു. അല്ലാതെ നമ്മൾ 1000 രൂപ ആയതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ നമുക്കത് ലക്കിലി ഈ മഴ കാരണം അത് കോപ്പി ചെയ്ത് കിട്ടി. അങ്ങനെ നമ്മൾ ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ഇങ്ങ് പോന്നു അല്ലേ കുഞ്ഞു? ആ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനിയും പോണം. ബൈ, പിന്നെ കാണാവേ.